ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെയാണ്, പക്ഷേ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഈസിയായ മെത്തേഡിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. മൈദ എടുക്കുമ്പോൾ കറക്റ്റ് അളവായിട്ട് തന്നെ എടുക്കുക, മുകളിലേക്ക് പൊങ്ങി നിൽക്കരുത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം, എന്നാലേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് 2-3 തവണ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും മൈദപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോഴേ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3 തവണ അരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായി ഒരു ക്ലീനായ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 4 മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കുക. ബീറ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം മതി, വിസ്ക് ആകുമ്പോൾ കുറച്ചധികം ടൈം തന്നെ വേണം. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കൂട്ടിക്കൊടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല, നല്ല ക്ലീനായ ബൗൾ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മുട്ടയ്ക്ക് ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക. അതും കുറച്ചായി ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ബീറ്ററിൻ്റെ ആ ഒരു ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഒന്ന് തെറിച്ച് പോകും. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ്, അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇതിൽ അലിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ചും കൂടെ ഉള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു ക്രീമി പരുവത്തിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിൽ തന്നെ നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യം ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോഴാണ് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു വിസ്ക് എടുത്തിട്ട് ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക, അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സാധാരണ ആളുകൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നമ്മളിത് വിൽക്കാനൊന്നുമല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നതും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 4 മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 3 മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കണമെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലുള്ളതാണെങ്കിൽ എടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ അല്ല, അതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പേപ്പർ എടുക്കുക.
A4 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ട് ഓയിൽ തേച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പാത്രത്തിൽ നല്ല ഒഴിച്ചു കൊടുക്കുമ്പോൾ നടുകിലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, 4 ഭാഗമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കാൻ ഉപയോഗിക്കണം ഇങ്ങനത്തെ ഒരു പാത്രം. ഇതിൽ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ 40 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് കുക്കായി ഒന്ന് നോക്കാം. പുറം വശമൊക്കെ കണ്ടാൽ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾവശം നോക്കി നോക്കാം. അപ്പോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ല ബേക്കായിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 40 മിനിറ്റും ഒരു 30 സെക്കൻഡൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാൻ. ഇനി ഇത് നമുക്ക് പുറത്തെടുത്തിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ തണുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറൊന്ന് ഇതിൻ്റെ മുകൾ വശത്തു നിന്ന് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിവശമൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് നമുക്കിനി 3 ലെയറായിട്ട് എടുക്കണം. അപ്പോൾ നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം ലെയറാക്കി എടുക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കത്തി വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ നൂല് വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ കത്തി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായ കേക്ക് ആയതുകൊണ്ട് തന്നെ കത്തി വെച്ചിട്ട് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ലെയറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം എടുക്കാം. കേക്കിന് ആവശ്യമുള്ളത് ഞാൻ പ്രസ്റ്റീൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ക്രീം തന്നെയാണ്. ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു ക്രീമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പാണ്. അപ്പോൾ അത് നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് തണുത്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീമിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ വിസ്ക് വെച്ചിട്ടും ഈ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കുന്നതന്നെ ഉള്ളൂ. ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഇതിവിടെ ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് നല്ല സ്റ്റിഫാക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മതി. ഇനി ഇത് കറക്റ്റ് പരുവായോന്ന് അറിയണമെങ്കിൽ നമ്മളിത് ഈ ഒരു പാത്രം ഒന്ന് കമഴ്ത്തി നോക്കുക. അപ്പോൾ നല്ല പോലെ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ഒരിക്കലും താഴെ വീഴൂല. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ മുകൾ വശം അത് വെച്ച് കൊടുക്കുക ആദ്യം. അപ്പോൾ കുറച്ച് ക്രീമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ മുകൾ വശത്തു കൂടെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ വശത്തു കൂടി എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലൂടെ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രീം ഞാനിതിലേക്ക് ആക്കി കൊടുക്കുന്നത് ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലെങ്കിൽ പാലോ തൈരൊക്കെ കൊണ്ടുവരുന്ന കവർ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിലാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അത്യാവശ്യം ക്രീം തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ അടുത്ത പീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിലും നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് മൂന്നാമത്തെ ലെയറാണ്, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ സൈഡ് വശത്ത് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം, അപ്പോഴേ അവിടെ നമുക്ക് നല്ലപോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്ക് മൊത്തത്തിലായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കത്തിയാണെങ്കിലും നിങ്ങൾ നല്ലപോലെ പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് സൈഡ് വശത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ക്രീമായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഒരുവിധമൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇത് ഞാൻ ക്രീം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ സൈഡ് വശത്തിലൊന്നും കറക്റ്റായിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് വശത്തെ ക്രീം അധികച്ചെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ലെവലായി കിട്ടും. അപ്പോൾ ഞാനത് ചെറിയൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ATM കാർഡ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ചെയ്തെടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമാവും. അപ്പോൾ ഈ ഭാഗമൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മുകൾവശം ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഒരുവിധം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശത്തു കൂടെയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ കേക്കിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് റെയിൻബോ സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ മുകളിലത്തേക്ക് ഡിസൈന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ഏകദേശം ഒരു 85% ഷേപ്പിങ്ങിലൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. 100% പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ കടയിൽ നിന്ന് വാങ്ങണ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയൊരു തണുപ്പ് വേണം. അതിനാണ് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക എന്ന് പറയുന്നത്. അപ്പോഴത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.